ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 5:15 ഞാൻ ഈ ടൈമിലാണ് എണീക്കുന്നത്. എനിക്ക് വർക്കുള്ള ദിവസം. അപ്പോൾ ഇതൊരു വീക്കെൻഡ് വർക്കുള്ള ദിവസമാണ്. എനിക്ക് വീക്കെൻഡ്സിൽ വർക്ക് ഉണ്ട്. അപ്പോൾ ഞാനൊരു 5:15 ആകുമ്പോൾ എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു 5 മിനിറ്റത്തേക്ക് ഒരു ബോധം ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അങ്ങനെ ബെഡിലിരുന്ന് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കും. പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡ് ക്ലീൻ ആവുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇതൊക്കെ സ്ഥിരം മോട്ടിവേഷണൽ വീഡിയോസിലും ബുക്സിലും ഒക്കെ ഉള്ളതാണ്. ഞാൻ അതൊക്കെ സ്ഥിരം കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ബെഡൊക്കെ ഫസ്റ്റ് വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ട് എനിക്ക് തുടങ്ങിയ ഒരു ശീലമാണ് രാവിലെ എണീറ്റ് ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. ഞാൻ അല്ലെങ്കിലും ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പാതി കാര്യങ്ങൾ ചെയ്യത്തില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും ഞാൻ ഏതാണ്ടൊക്കെ മിസ്സാക്കിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതും. ഞാനിപ്പോൾ ഒന്ന് ഫ്രഷായി വന്നിട്ട് ഇന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് ഒന്ന് പ്ലാൻ ചെയ്യാണ്. മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതൊക്കെ എഴുതി വെക്കും. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് എന്താണ് ഭാവിയിൽ ആകേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവണം എന്നുള്ള കാര്യം ഉറക്കെ പറയും. പിന്നെ വിഷ്വലൈസേഷൻ അത് നമ്മൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാല് ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയതാണ് രാവിലെ ബുക്ക് വായിക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ ബുക്ക്. ഞാൻ പണ്ടും ബുക്സ് വായിച്ചിട്ടുണ്ട്. വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. രാവിലെ പക്ഷെ വായിക്കലുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാന് രാവിലെ റോബിൻ ശർമ്മയുടെ വായിക്കാറുണ്ട്. ദ ഇപ്പൊ എവരിഡേ ഞാൻ ഹീറോ എന്തോ മാനിഫെസ്റ്റോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ബുക്കാണ്. പറയുന്നത് ഇത് വായിച്ചു റോബിൻ ശർമ്മയുടെ തുടങ്ങുമ്പം ബുക്കിനെ പറ്റിയിട്ടാന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു ഇതൊന്നും തോന്നിയില്ല, കാരണം വേറെ ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട് റോബിൻ ശർമ്മയുടെ. പക്ഷെ പിന്നെ വായിച്ച് അങ്ങോട്ട് കുറേ പോകുമ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ ചാപ്റ്റേഴ്സായിട്ടാണ് അതിനകത്ത്. ഓരോ ചാപ്റ്റേഴ്സും ഇതെന്നെ ഉദ്ദേശിച്ചല്ലേ എന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം എനിക്കത് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും എന്നെ പോലെ ഒക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ബുക്ക്, ഇതാണ് ബുക്കിൻ്റെ കവർ പേജ്, ഒന്ന് വായിക്കുക. നല്ല ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് വായിക്കുക എന്നുള്ള പരിപാടി ഞാൻ പണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കേരളയിൽ വന്നിട്ട് ഒന്ന് സ്റ്റോപ്പായി. പിന്നെ ടൈം കിട്ടുമ്പോൾ ഇടയ്ക്ക് വായിക്കും. പക്ഷേ ഈ രാവിലെയുള്ള വായന നിന്നതാണ്. ഇപ്പോൾ 2025 ഞാൻ എൻ്റെ പണ്ടത്തെ ഹോബീസ് എല്ലാം പൊടിതട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതിൽ ഒരു ഹോബിയാണിത്. രാവിലെ കുറച്ച് നേരം വായിക്കുക എന്നുള്ളത്. അപ്പം കുറച്ചൊരു തലയ്ക്കൊരു ബോധമൊക്കെ വരും. അതുകൊണ്ടാണിത് വായിക്കുന്നത്. കുറച്ച് നേരം ഉണ്ടാവും, ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ. ഇത് ഇപ്പം കഴിയും. അങ്ങനെ അതെല്ലാ ദിവസവും രാവിലെയും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ വായിക്കും. നല്ലൊരു ഹാബിറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് താഴോട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ കതക് എത്ര പതുക്കെ തുറന്നാലും ആ ഒരു സൗണ്ട് എന്തായാലും ഉണ്ടാവും. അത് അടുത്തുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ഒരു സൗണ്ടാണ് അത്. വേറെ റൂം ഷെയർ ചെയ്യുന്ന ആൾക്കാരെ. അപ്പോ ഞാൻ താഴെ വന്നിട്ട് ഡിഷ് വാഷറിലാണ് നൈറ്റ് നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. അതിനകത്തുനിന്ന് എന്റെ പാത്രം കണ്ടുപിടിക്കുകയാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട്. ചായയുടെ ഒരു പാത്രം അത് ഏറ്റവും ലാസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ബാക്കി എല്ലാ പാത്രവും ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം എന്റെ പാത്രത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് ഒരു വലിയ പാത്രമാണ്. ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മറ്റേ അരി ഉണ്ടാക്കുന്ന പാത്രത്തിന്റെ വലുപ്പമുള്ള പാത്രം എനിക്കൊരാൾക്ക് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അതൊരു വലിയ പാത്രമാണ്. അതിലാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. എനിക്ക് രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ചായ കുടിച്ചില്ലെങ്കിലും ഞാൻ അന്നത്തെ ദിവസം മൊത്തം ഉറങ്ങി നടക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ചായ എന്റെ ഒരു അഡിക്ഷൻ ആണ്. അപ്പൊ ഞാൻ ചായ വെക്കാൻ പോവാണ്. ചായ ഇപ്പൊ ഞാൻ വെക്കുമ്പോ ഏലക്കയൊക്കെ പൊടിച്ച് അതിനകത്ത് ഇടാറുണ്ട്. അത് നല്ല ടേസ്റ്റ് ആണ് ചായക്ക്. ഒരുമാതിരി പായസം കുടിക്കുന്ന പോലെ തോന്നും. പിന്നെ പഞ്ചസാര ഞാൻ ജനുവരി 1 നോ ഷുഗർ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ 2 ദിവസം അത് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തം 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടാണ് ഒരാൾക്കുള്ള ചായയിൽ ഞാൻ ഉണ്ടാക്കി കഷായമല്ല പായസം പോലെ കുടിക്കുന്നത്. പിന്നെ ചായപ്പൊടിയൊക്കെ ഇട്ട് ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ തൈര് കിട്ടുന്ന പാത്രമാണ്. പക്ഷെ അത് ഞാൻ പഞ്ചസാര ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഇപ്പൊ രാവിലെ ആയി, ഒരു 6:30 ഒക്കെ ആയി, എന്നിട്ട് ഇരുട്ടാണ്. ഞാൻ കഴിക്കാനിരുന്നു. സാലഡും ചായയാണ് ഇന്ന് കഴിച്ചത്. നല്ല ഒരു വൃത്തികെട്ട കോമ്പിനേഷൻ ആണെന്ന് എനിക്കറിയാം. സാലഡും എനിക്ക് സാധാരണ സാലഡ് മാത്രം കഴിച്ചാൽ മതി. പക്ഷെ ചായ കുടിച്ചില്ലെങ്കിൽ എന്റെ തലയുടെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് രണ്ടും കഴിച്ചു. ഇതാണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വസ്ത്രം. അത് കഴിഞ്ഞ് വസ്ത്രമൊക്കെ അണിഞ്ഞ് ഞാന് ഇപ്പോ മേക്കപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് വലുതായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ ഡ്രൈ ക്ലൈമറ്റ് ആയ കാരണം ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു ഷേ ബട്ടറിന്റെ ഫ്രാങ്കിൻസെൻസ് പച്ചോളി അങ്ങനത്തെ എസെൻഷ്യൽ ഓയിലിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ്. അത് ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ്. അത് ഫസ്റ്റ് മുഖത്തും ചുണ്ടിലും ഒക്കെ അങ്ങ് വാരി ഞാൻ പൊത്തു. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുള്ള അവിടുന്ന് തന്നെ ഞാൻ വാങ്ങിയതാണ്. അപ്പോ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഡ്രൈ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ് നമ്മുടെ സ്കിന്നിന്. 100% നാച്ചുറലും ആണത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ വർക്ക് ചെയ്തെടുത്ത തന്നെയാണ് ഇതും. സ്മിത്ത് ഫാംസിന്റെ മോയ്സ്ചറൈസർ ആണ്, അല്ലെ ഫേസ് ക്രീം ആണ്. ഇതും 100% നാച്ചുറൽ ആണ്. ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. എന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സീനാവും. അടുത്തത് ഞാൻ എന്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കവറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുകയാണ്. ഇത് കൺസീലർ ആണ്. ഞാൻ കൺസീലർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മൂടുള്ള സമയത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ കൺസീലർ ആ ഡാർക്ക് സ്പോട്ട്സ് ഒന്ന് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് അധികം ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഈ കരി എഴുതി താഴെ മൊത്തം കറുത്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഒരു ചെറിയ ഒരു പാട് പോലുണ്ട്. അപ്പൊ അത് ഞാൻ മറ്റേ കൺസീലർ വെച്ചിട്ട് മാസ്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഐലൈനർ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഐലൈനർ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പെൻസിൽ പോലത്തെ മറ്റേ ഐലൈനർ ആണ്. അത് വെച്ചിട്ട് ഒരു കണ്ണ് എനിക്ക് എന്റെ ആദ്യം എഴുതിയ കണ്ണ് എനിക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയാം. രണ്ടാമത്തെ കണ്ണ് എനിക്ക് എത്ര ശ്രമിച്ചാലും ആദ്യത്തേതുപോലെ എഴുതാൻ അറിയില്ല. എനിക്കറിയില്ല അതെന്താന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് സെഫോറയുടെ ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. അത് തീരാറായി. ഞാൻ അതിൽ നിന്ന് അവസാനം തോണ്ടി തോണ്ടി എടുത്തിട്ടാണ് ഈ അപ്ലൈ ചെയ്യുന്നതെല്ലാം. നല്ലൊരു ഷെയ്ഡാണ്. ഈ ക്യാമറയിൽ എത്രത്തോളം അതിന്റെ ഒരു ബ്യൂട്ടി അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് മസ്കാര എനിക്ക് ഈ കണ്ണിലെ നന്നായിട്ട് എഴുതാൻ അറിയാം. എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കും. ഈ കണ്ണിന്റെ കൺപീലികൾക്ക് നീട്ടമുണ്ട്. മറ്റേ കണ്ണിന്റെ കൺപീലികൾ വളർന്നിട്ടില്ല. മറ്റേ കണ്ണിന് മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതോ ഇനി എന്റെ കൈ കറക്റ്റ് ആയിട്ട് വശമില്ലാഞ്ഞിട്ടാണോ എന്നും അറിയത്തില്ല. അതെനിക്ക് എഴുതാൻ കിട്ടാറില്ല. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്റെ ഇപ്പറേ കണ്ണ്, ആദ്യം എഴുതിയ കണ്ണാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അത് കറക്റ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പറേ കണ്ണ് ഞാൻ എന്തൊക്കെ ശ്രമിച്ചാലും ഇപ്പുറത്തെ കണ്ണിനെ പോലെ ആവാറില്ല. അപ്പോൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് ഞാൻ മുടിയൊന്ന് ഉടക്കൊക്കെ കളഞ്ഞ് മുടിയൊന്ന് സെറ്റാക്കാൻ പോവാണ്. മുടി ഇപ്പോൾ ഇവിടുന്ന് കെട്ടിയിട്ട് പോകത്തില്ല. കാരണം മുടി അവിടെ ചെന്നിട്ട് എന്തായാലും ഉയർത്തി കെട്ടുക ചെയ്യുന്നത്. അപ്പോൾ ചെടയൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റാക്കി ഇടുവാണ്. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനിയും പോകേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. അതിന് മുന്നേ പോകുന്നതിന് മുന്നേ കമ്മലൊക്കെ ഇടണം. കമ്മൽ ഞാൻ ഗോൾഡ് ഇടാറില്ല, അല്ലാത്ത സ്റ്റഡുകളാണ് ഇടുന്നത്. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ ഡി നിർബന്ധമാണ്, അല്ലെങ്കിൽ നമുക്കൊരുമാതിരി ഡിപ്രഷൻ അടിച്ച പോലെ ആയിപ്പോവും. അപ്പം വൈറ്റമിൻ ഡി ഒരു 2500 ആണ് നമ്മൾ കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്നത് ഒരു ദിവസം. പിന്നെ മൾട്ടി വൈറ്റമിനും ഞാൻ കഴിക്കുന്നുണ്ട്. മൾട്ടി വൈറ്റമിനും എനിക്ക് ശരിക്കും അയണും കഴിക്കണം, പക്ഷേ അയൺ തന്നെ എനിക്ക് കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാനത് മൾട്ടി വൈറ്റമിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് അത് രണ്ടും എന്നും കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ ഹെയർ സ്റ്റൈൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അവിടെ ചെന്നിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പൊക്കി ഉയർത്തി കെട്ടുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് അധികം നേരം നിൽക്കത്തില്ല. എൻ്റെ മുടി മേലോട്ട് കെട്ടി വെച്ചാൽ നിൽക്കത്തില്ല. ഇതാണ് ഇവിടുത്തെ ബസ് കാർഡ്.
വിൻഡോസ്. ആക്രിക്കടയാണ് ഞാൻ കൊണ്ട് നടത്തുന്നത്. ഇതാണ് ഇവിടുത്തെ നാഷണൽ ബാഗ്. നമ്മളെവിടെ പോയാലും ഇത് കയ്യിൽ പിടിക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കും. അല്ലെങ്കിൽ $1 നഷ്ടപ്പെടും നമുക്ക്. അതുകൊണ്ട് അത് എപ്പോഴും എൻ്റെ ബാഗിൽ കാണും. എല്ലാം എടുത്തും തോന്നുന്നു. ഇനി വെള്ളക്കുപ്പി ഒന്നുകൂടെ നിറയ്ക്കണം, ഇവിടെ വരെ നിറയ്ക്കണം. പിന്നെ ചോറ്, ഉച്ചക്കലത്തേക്കുള്ളത്, അതാണ് ചോറ്, അതൊക്കെ എടുക്കണം. അത് കഴിഞ്ഞാൽ സെറ്റ് പോകാം. ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്, അതാണ് ഞാൻ വിളിക്കുന്നത്. സെറ്റ് ഫോർ ദി ഡേ. ഓക്കേ, ഞാൻ എന്താ ജോലിക്ക് പോകുന്ന വഴിയാണിത്. മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നു. അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട് നടുക്ക്. സാധാരണ ഞാൻ ജോലിക്ക് പോകുമ്പം ഇവിടെ ഞാനും മഞ്ഞ് വണ്ടിയും മാത്രമേ കാണത്തുള്ളൂ, മഞ്ഞ് കോരുന്ന വണ്ടി. ഞങ്ങൾ രണ്ടുപേരും കാണത്തുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും. ഇപ്പം ഭാഗ്യത്തിന് ആരുമില്ല. നമ്മൾ എന്തൊക്കെ ഡ്രസ്സിട്ട് എന്തൊക്കെ മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞാലും ഈ സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ ഈ ഫ്രിഡ്ജിനകത്ത് കയറിയ പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങാനേ പറ്റത്തുള്ളൂ. ഞാൻ എന്തൊക്കെ സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്ത് എന്തൊക്കെ സ്റ്റൈലിൽ റെഡിയായി എന്ന് പറഞ്ഞാലും പുറത്തിറങ്ങാൻ നേരത്ത് ഈ ജാദുവിനെ പോലെ കോട്ട് വിട്ട് തൊപ്പിയും വെച്ചല്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തണുത്ത് ചാകും. പ്രത്യേകിച്ച് കാറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ. ഇന്നിവിടെ വലിയ തണുപ്പില്ല, -9 ആണ്. അതൊന്നും വലിയ തണുപ്പല്ല. സാധാരണ ഞാൻ ചത്തിട്ടാണ് പോകുന്നത്. ഈ ബസ് സ്റ്റോപ്പിലാണ് ഞാൻ ബസ് കയറുന്നത്. ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കണം ബസ് നോക്കി. കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ കുറച്ച് അധികം നേരത്തെയാണ്. ഞാൻ ഒരു 10 മിനിറ്റ്സ് മുന്നേ ഞാൻ ഇറങ്ങി. പക്ഷേ ഞാൻ എത്രയൊക്കെ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാനും ഈ ബസ്സും തമ്മിൽ ഒരു ഭയങ്കര ടെലിപ്പതി ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ബസ് ഒരു 10 മിനിറ്റ് ഡിലേ ആയിരിക്കും. അതേസമയം ഞാൻ കറക്റ്റ് ടൈമിൽ ഇറങ്ങുവാണെങ്കിൽ ഇതൊരു 5 മിനിറ്റ് നേരത്തെ ആയിരിക്കും. അതേസമയം ഞാനിപ്പം താമസിച്ച് ഓടിപ്പിടിച്ച് വരുവാണെങ്കിൽ എൻ്റെ കൺമുന്നിൽ നിന്ന് ഈ ബസ് നഷ്ടപ്പെടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ 2 വർഷമായിട്ടും എനിക്കറിയത്തില്ല എനിക്കാണോ പ്രശ്നം ഏതോ ഇവിടുത്തെ ബസ്സിനാണോ പ്രശ്നമെന്ന്. ഞാൻ നോക്കിയിട്ട് ഇറങ്ങാൻ നേരത്ത് കറക്റ്റ് കാണിക്കും ഇന്ന ടൈമിലുണ്ടെന്ന്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പം പാതി വഴി എത്തുമ്പോൾ ഡിലേഡ്. അങ്ങനെയൊക്കെ കുറേ നേരം ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം എനിക്ക് തോന്നുന്നു രാവിലത്തെ ബസ്സായതുകൊണ്ട് കറക്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊക്കെ രാത്രിയിലത്തെ ബസ്സൊക്കെ എന്തോരം ലേറ്റാണെന്നറിയാവോ. അതിന് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് പോയാൽ അടുത്ത ഏതെങ്കിലും ഒരു ബസ്സിൽ നമുക്ക് കയറി തൂങ്ങിപ്പോകാൻ പറ്റും. ഇതാകുമ്പോൾ കറക്റ്റ് അരമണിക്കൂറിലേ ഉള്ളൂ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ബസ്സുള്ളത്. അപ്പോൾ ഈ ബസ്സിൽ പോകുന്നവർക്കൊക്കെ ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രസമാണ് ഇവിടെ, പ്രത്യേകിച്ച് ഈ വിൻ്ററൊക്കെ ആകുമ്പോൾ ബസ് നോക്കി നിൽക്കുന്നത് നല്ല ഒരു സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് ബസ് കിട്ടി. ഞാൻ ബസ്സിലിങ്ങനെ പോവാണ്. ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ബസ്സിലിങ്ങനെ ഇരിക്കണം. 20 മിനിറ്റ്സ് ഇരുന്നാൽ മതി, അപ്പോഴത്തേക്ക് എത്തും. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങിയിട്ട് നടക്കുവാണ്. ബസ് ഇറങ്ങിയിട്ട് എനിക്കൊരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് എൻ്റെ സ്റ്റോർ. അപ്പോൾ ഞാൻ ഇനി ഒരു നീണ്ട 8 മണിക്കൂർ ഇവിടെ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എത്തി, വർക്ക് പ്ലേസിലെത്തി. ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഒരു ഏരിയയാണ്. ഞാനിപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടണം. പിന്നെ എനിക്ക് ഒരു ഫ്രീ സാമ്പിൾ കിട്ടി. ഇത് ടോണർ, ഫേസ് വാഷ്, ക്ലെൻസർ എല്ലാം കൂടെ ഉള്ള ഒരു ഫ്രീ സാമ്പിൾ കിട്ടി. ഇതിനി നോക്കണം വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ഷിഫ്റ്റിന് കയറാൻ ലേറ്റാകും. അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടണം, സാധനങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് 8 മണിക്കൂർ ഷിഫ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കാണാം. അപ്പം ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു, ഫ്രഷായി. എന്നെ ഇന്ന് എൻ്റെ മാനേജർ ഇവിടെ കൊണ്ടുവിടുക ചെയ്തത്. കാരണം ഇവിടെ ഭയങ്കര സ്നോ സ്റ്റോം പോലെ ആയിരുന്നു.
ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡും കഴിച്ചു, ഞാൻ ഫ്രഷായി, മേല് കഴുകി. എന്നിട്ട് ഞാൻ ഈ സംഭവം ഒന്ന് തുറന്ന് നോക്കാമെന്ന് വെച്ച്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അപ്പം തന്നെ തുറന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ എപ്പോഴും നമുക്കിങ്ങനെ സാമ്പിൾ കിട്ടിക്കൊണ്ടിരിക്കും. മരുന്നുകളുടെ ഒപ്പം തന്നെ നമുക്കിങ്ങനെ കോസ്മെറ്റിക്സ് അവിടെ ഉണ്ട്. അപ്പം കുറേ സാമ്പിൾസ് ഇങ്ങനെ നമുക്ക് അവർ കൊണ്ടുതരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നാച്ചുറലാണ്, വീഗനാണ്. അപ്പം ഭയങ്കര സ്കിന്നിന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ് ഇതിനകത്തുള്ളതെല്ലാം. അപ്പോൾ ഇത് ഓസ്ട്രേലിയൻ മെയ്ഡാണ്. പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഫുള്ള്. ക്രൂവൽറ്റി ഫ്രീ, വീഗൻ പ്രൊഡക്റ്റ്, നോ സൾഫേറ്റ്സ് ആൻഡ് പാരബൻ. പക്ഷെ തുറക്കാൻ മാത്രം കിട്ടുന്നില്ല. ഓക്കെ, ഫോമിങ് ഫേഷ്യൽ ക്ലെൻസർ ഫേസ് വാഷ്. ടോണർ, മിസ്റ്റ് ടോണർ. ഫേഷ്യൽ മോയ്സ്ചറൈസർ. അല്ലെങ്കിൽ എൻ്റെ ഫേഷ്യൽ മോയ്സ്ചറൈസർ തീരാറായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് അടുത്തത് കിട്ടി. സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞു. പരീക്ഷിച്ച് നോക്കാമായിരുന്നു. അല്ല, വേണ്ട, പരീക്ഷിച്ച് നോക്കാം. ഫസ്റ്റ് ഞാനത് ഓപ്പൺ ആക്കാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ചെറുതായിട്ട് ചമ്മി. അപ്പം ഇത് നല്ല ഒരു സുഖം ഉണ്ടായിരുന്നത്. ഭയങ്കര ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫീല്. നമുക്ക് ഈ നമ്മുടെ റോസ് വാട്ടറൊക്കെ മുഖത്തോട്ട് ഒഴിക്കത്തില്ല, അതേപോലെ തോന്നിയത്. കൊള്ളായിരുന്നു. എൻ്റെ മോയ്സ്ചറൈസറും നല്ലതായിരുന്നു. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു. പക്ഷേ നല്ല എന്തോ ഒരു നാച്ചുറൽ ഫീലുണ്ട് അതിൻ്റെ മണവും ടെക്സ്ചറും ഒക്കെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും എൻ്റെ ഫേസിലോട്ട് വേണ്ട ഒരു സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. എല്ലാം എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നിടത്തെ തന്നെ സാമ്പിൾസും, അതും എല്ലാം നല്ല സാധനങ്ങൾ, നല്ല റേറ്റുള്ള സാധനങ്ങൾ എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഒരെണ്ണം തീരുമ്പോഴത്തേക്ക് അടുത്തത് എനിക്ക് കിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ. നമ്മളെപ്പോഴും ഇങ്ങനെ ഫേസ് ക്രീം തേക്കുമ്പം മേലേക്ക് മസാജ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി പോവും. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഈ ലാസ്റ്റിലെ എൻ്റെ കിടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് ഈ കാസ്റ്റർ ഓയിൽ ഐബ്രോസിലും ഐലാഷസിലും അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോൾ ഐബ്രോസ് ത്രെഡ് ചെയ്യാതെ വളർത്താൻ നോക്കുകയാണ്. കാരണം ലാസ്റ്റ് ടൈം ത്രെഡ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവർ തിന്നാക്കി. അപ്പം ഞാൻ ഐബ്രോസ് വളർത്താൻ നോക്കുകയാണ്. അപ്പം കാസ്റ്റർ ഓയിൽ തേക്കും. പിന്നെ ഇവിടെ ഡ്രൈ ക്ലൈമറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫ് വരും ഐബ്രോസിൽ. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ കാസ്റ്റർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ്, മിക്ക ദിവസവും മറക്കും, എന്നാലും കൂടുതൽ ദിവസവും അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത് കഴിഞ്ഞിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് കുറച്ച് നേരം ബുക്ക് വായിച്ചു, അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്ത. ഭയങ്കര ടയേർഡായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. താങ്ക് യു, ബൈ.